ഞാൻ പോകുന്നത് 3 വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പേപ്പർ ഫ്ലവേഴ്സാണ്. ഇത് കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ കാര്യമില്ലാന്ന് തോന്നുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ട്രയാങ്കിൾ പോലെ മുകളിലേക്ക് ഇതേപോലെ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു പൂവാണ്. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ആ ബാക്കി കിടക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അത് കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ ആയിരിക്കണേ. ആ സെൻറ്ററിൽ നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ, ആ ഒരു ലൈനിൽ. ഇനി അതിൻ്റെ ടോപ്പ് പാർട്ട് ഇതേപോലെ താഴോട്ട് മടക്കുക. അപ്പുറത്തെ വശത്തും അതേപോലെ മടക്കുക. ഇനി 2 ആയിട്ട് നടുവിൽ കൂടെ മടക്കുക. ഇപ്പം നമ്മുടെ ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ആ മുകളിലത്തെ ട്രയാങ്കിൾ മാത്രമേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാവുള്ളൂ. അത് നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലെ മൊത്തം കൂടി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പെറ്റൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. ഇതേപോലെ കുറച്ച് പെറ്റൽസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒട്ടിച്ചെടുക്കുക. ഇത് നമുക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാം. ബർത്ത്ഡേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ബാക്ക് ഡ്രോപ്പ് ആയിട്ടൊക്കെ ഉണ്ടാക്കാം. ഇനി അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 2 കൂടി ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവർ റെഡിയാവും. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്കൊരു ഹാഫ് പേൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ എത്ര മനോഹരമായ പൂവ്, എത്ര എളുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഫ്ലവറിലേക്ക് പോവാം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാം. ബർത്ത്ഡേ ബാക്ക് ഡ്രോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റിൻ്റെയൊക്കെ മുകളിലോ ഒക്കെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് വേണ്ടത് സ്ക്വയർ പേപ്പറാണ്. അത് ഇതേപോലെ നമ്മൾ ഈക്വൽ പാർട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തത്. ഇവിടെ നമുക്ക് സിക്സാഗ് ആയിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഇത് ഇതേപോലെ നമ്മൾ സിക്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നടുക്കൂടെ മടക്കി എടുക്കുക. അതിൻ്റെ അറ്റത്ത് നമ്മളൊന്ന് ജസ്റ്റ് കർവ് ആയിട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ സെൻറ്ററിൽ ഒരു ചെറിയൊരു വെട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇനി ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതൊട്ടിക്കുക. ഇതേപോലത്തെ ഒരു 3-4 പെറ്റൽ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നല്ല എളുപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ റെഡിയാവും. ഇവിടെ ഞാൻ 4 പെറ്റലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വലിപ്പം, നിങ്ങളുടെ ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് വേണം അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ. ചിലവർക്ക് 3 എണ്ണം മതിയായിരിക്കും, ചിലവർക്ക് 5 എണ്ണം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഒരു നടുക്ക് ഒരു ചെറിയൊരു കട്ട് കൊടുത്തില്ലേ, ആ കട്ട് കൊണ്ട് അത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് വരും. ഇതിലും വേണമെങ്കിൽ ഒരു ഹാഫ് പേൾ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മുടെ 3ാമത്തെ ഫ്ലവറാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനും നമുക്കിവിടെ വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പറാണ്. ഇത് ഇതേപോലെ ഡയഗണലായിട്ട് 2 സൈഡും മടക്കുക. എന്നിട്ട് ഡയഗണൽ കോർണർ, ഏതെങ്കിലും ഒരു ഡയഗണൽ കോർണർ നടുക്കേക്ക് മടക്കുക. വീണ്ടും അത് നമ്മുടെ സെൻറ്റർ ലൈനുകളിലേക്ക് മടക്കിയെടുക്കുക. ഇനി അത് നമ്മൾ തിരിച്ചാണ് ഹാഫായിട്ട് മടക്കുന്നത്. ഇനി എന്നിട്ട് വീണ്ടും നടുക്കൂടി ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി ആ സെൻറ്റർ പോർഷനിൽ ആ മുകളിലത്തെ പാർട്ട് മാത്രമേ ഗ്ലൂ അപ്ലൈ ആവുള്ളൂ. ഫുൾ അങ്ങോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെറ്റൽ കുളവാകും. ഇതാക്കണ്ടില്ലേ? അങ്ങനെ എടുത്ത് ഒട്ടിക്കാം. ഇനി ഇതേപോലത്തെ നമുക്ക് എത്ര പെറ്റലാണോ വേണ്ടത് ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി എല്ലാം കൂടി ഒട്ടിച്ചെടുത്ത് നടുക്കൊരു ഹാഫ് പേൾ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫ്ലവറും റെഡിയാവും. ഇത് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം.
ബർത്ത്ഡേ ബാക്ക് ഡ്രോപ്പ് ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. എല്ലാ പെറ്റൽസും കൂടെ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അത് നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ. ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ പാർട്ടിൽ മാത്രമേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബർത്ത്ഡേ ബാക്ക് ഡ്രോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് ഡെക്കറേഷൻസിന് എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്